കോപത്തിൻ്റെ അനന്തരഫലം. പുരാതന ഇന്ത്യയിൽ ശാന്തമായ ഒരു ആശ്രമത്തിൽ രോഹൻ എന്ന ഒരു യുവ സന്യാസി താമസിച്ചിരുന്നു. ഒരു ദിവസം ധ്യാനത്തിലിരിക്കെ സഹസന്യാസിയായ വിക്രമിൻ്റെ അശ്രദ്ധമായ ഒരു പരാമർശം രോഹനെ അസ്വസ്ഥനാക്കി. രോഹൻ്റെ കോപം ആളിക്കത്തുകയും അയാൾ രൂക്ഷമായ മറുപടി നൽകുകയും ചെയ്തു. അത് വിക്രമിന് വേദനയ്ക്ക് കാരണമായി. അയാൾ ആശ്രമം വിട്ടുപോയി. ദിവസങ്ങൾ കടന്നുപോയി. രോഹൻ്റെ ദേഷ്യം ശമിച്ചു. ജ്ഞാനിയായ ഗുരു രോഹൻ്റെ അസ്വസ്ഥത ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു കഥ പങ്കുവച്ചു. വിഷം കലർന്ന ഒരു അമ്പ് ഒരു ഗ്രാമീണനിൽ തറച്ചു. വൈദ്യനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്പ് എത്രയും വേഗം നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അതിലെ വിഷം പടർന്ന് അവൻ മരിക്കുകയോ വിഷം സാവധാനം ശരീരത്തിൽ വ്യാപിച്ച് വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ രോഹൻ വിക്രമിനോട് മാപ്പ് ചോദിക്കുകയും അവർ അനുരഞ്ജനത്തിലാവുകയും ചെയ്തു. വിക്രം വീണ്ടും ആശ്രമത്തിൽ ചേർന്നു. കോപം ആ വിഷം പുരണ്ട അമ്പ് പോലെയാണ്. എന്നാൽ അതിൻ്റെ വിഷം കോപിയായ വ്യക്തിയെ തന്നെയാണ് ബാധിക്കുന്നത്. അത് നീക്കം ചെയ്തില്ലെങ്കിൽ അത് ആ വ്യക്തിയെ ദഹിപ്പിച്ചു കളയും. അനിയന്ത്രിതമായ കോപം ദുരിതങ്ങൾക്ക് കാരണമാകുന്നു. ക്ഷമിക്കുന്നതോ മുറിവുകളെ സുഖപ്പെടുത്തുകയും ഹൃദയത്തിന് കുളിർമ നൽകുകയും ചെയ്യുന്നു. നാം കോപം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. ഫലമോ കോപത്തിൻ്റെ വിഷം നമ്മുടെ ഹൃദയത്തെ മാരകമായി ബാധിക്കും. വിശിഷ്യ അത് നമ്മളിലെ നന്മകളെ ഹനിക്കും. മനുഷ്യ ജീവിതത്തിൽ നിന്നും നന്മകൾ മാറിപ്പോയാൽ ബാക്കി എന്താണുള്ളത്? മനുഷ്യനൊരു മനുഷ്യനായിരിക്കുന്നത് അവനിൽ നന്മ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആ നന്മകൾ ഇല്ലാതെയാകുമ്പോൾ അവൻ മനുഷ്യനല്ലാതെ ആവുകയാണ്. കേവലം നികൃഷ്ടനായ ഒരു വ്യക്തി, സകല ദുർഭൂതങ്ങളുടെയും വാസസ്ഥലം. അങ്ങനെയുള്ളവർ സമൂഹത്തിന് തന്നെ ഭീതിജനകമാണ്. അവരിൽ അധിവസിക്കുന്ന കോപം ഏത് നികൃഷ്ട കാര്യം പ്രവർത്തിക്കുന്നതിനും അവർക്ക് കരുത്തേകും. ചിലർ കോപം കാരണം പെട്ടെന്ന് അന്യരെ കൊന്നു എന്ന് വരാം. ചിലരോ ആരോടാണ് കോപം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവരെ ഉപദ്രവിക്കുവാനോ വധിക്കുവാനോ രഹസ്യമായി പ്ലാൻ ചെയ്ത് വിദഗ്ധമായ വിധം അത് നിർവഹിക്കും. മനഃപൂർവ്വം നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളുടെയും പിന്നിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ഈ കോപം കാണുവാൻ കഴിയും. പ്ലാൻ ചെയ്ത് ഉപദ്രവിക്കുകയോ കൊല ചെയ്യുകയോ ചെയ്യുന്നതുവരെ ഗർഭാവസ്ഥയിലുള്ള ശിശുവിനെ പോലെ കോപം ഹൃദയത്തിൽ അടങ്ങിയിരിക്കുകയാണ്. എന്നാൽ കൊല ചെയ്തു കഴിയുമ്പോൾ ഒന്നുകിൽ അവർ പിടിക്കപ്പെടും, അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതുവരെ സ്വയം ജയിലിൽ അടയ്ക്കപ്പെടും. പിടിക്കപ്പെട്ടാലോ അനന്തരഫലം എല്ലാവർക്കും അറിയാമല്ലോ. ഇവയെല്ലാം കോപത്തിൻ്റെ അനന്തരഫലങ്ങൾ വെളിവാക്കുന്നു. അതിനാൽ കോപം ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാതെ അപരനോട് ക്ഷമിക്കുന്നതാണ് അനുഗ്രഹം. അപ്പോൾ നാം സ്വതന്ത്രരാകും. കോപം ഉപേക്ഷിച്ച് ക്ഷമാപൂർവം ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം.